ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞാനും സുഖമായിട്ടിരിക്കണു. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നമ്മൾ നെഗറ്റീവ് ചിന്തകളെ എങ്ങനെ ഓവർകം ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചാണ് കേട്ടോ. നമ്മളെല്ലാവരും എന്ത് കാര്യം നമുക്ക് ചെറിയൊരു കുഞ്ഞു പ്രശ്നം വന്നാൽ പോലും നമ്മൾ അതിനെക്കുറിച്ചിട്ട് ഒരുപാട് ടെൻഷനാവുന്ന ആൾക്കാരാണ്. അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ചിലപ്പോൾ മറ്റുള്ളവരുടെ ചെറിയ കാര്യങ്ങൾ കേൾക്കുമ്പോൾ വരെ നമുക്ക് ടെൻഷൻ തോന്നും. എന്നിട്ട് അതിനെക്കുറിച്ച് തന്നെ ആലോചിച്ച് എന്ത് ചെയ്യണം, ഇനി അതെന്താവും, അതെങ്ങനെയാവും, അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് മാത്രം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. നമുക്ക് നമ്മുടെ കാര്യങ്ങൾക്കോ ടെൻഷൻ ഉണ്ട്, മറ്റുള്ളവരുടെ കേൾക്കുമ്പോൾ അപ്പോഴും നമുക്ക് ടെൻഷൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ മൈൻഡിനെ നമ്മൾ നെഗറ്റീവിലേക്ക് പോവാതെ, അല്ലെങ്കിൽ നമുക്ക് തോന്നുന്ന ഇത്തരം ചിന്തകളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഏത് കാര്യം എന്ത് വന്നാലും അത്രേ ഉള്ളൂ, അത് സംഭവിക്കാനുള്ള കാര്യങ്ങളാണെങ്കിൽ സംഭവിച്ചിരിക്കും എന്നുള്ളത് നമ്മളെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക. ഏത് കാര്യമാണോ നമുക്ക് സംഭവിക്കാൻ വെച്ചിട്ടുള്ളത് വെച്ചെങ്കിൽ, സംഭവിക്കാനുള്ളൊരു കാര്യമാണെന്ന് വെച്ചെങ്കിൽ അത് സംഭവിച്ചിരിക്കും. അത് ദൈവവിധിയാണ് നമുക്ക് സംഭവിക്കണം എന്നുള്ളത്. അപ്പോൾ ഈ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോഴേക്കും പേടി തോന്നണ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് തന്നെ ആശങ്കയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് പറയാൻ കേട്ടോ. ഏത് കാര്യം വന്നാലും അത് അത്രയും ഉള്ളൂ, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും എന്നുള്ളത് തന്നെ നമ്മൾ ചിന്തിക്കണം. അല്ലാതെ ആരെന്തെന്നെ പറഞ്ഞിട്ടും ഒരു കാര്യമില്ല, നമുക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. നമ്മളതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ച് നമ്മുടെ ആരോഗ്യവും നമ്മുടെ മാനസികാവസ്ഥയും എല്ലാം തകരാറിലാവുന്ന ഒരു ഘട്ടത്തേക്കാണ് നമ്മൾ പോവുക. എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യം കേൾക്കുമ്പോഴേക്കും അതിനെക്കുറിച്ച് ആലോചിച്ച് അതിൻ്റെ ഒരു കാൽഭാഗം വരെ നടക്കുണ്ടാവില്ല. പിന്നെന്താ, നമ്മൾ ആ നടക്കാത്ത കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കണം. അയ്യോ അങ്ങനെ സംഭവിക്കും, ഇങ്ങനെ സംഭവിക്കും എന്ന് ആലോചിച്ചുകൊണ്ട് വെറുതെ ടെൻഷൻ അടിക്കുകയാണ്. എനിക്കുണ്ടായിരുന്നു കുറച്ച് മുന്നേ വരെ കേട്ടോ. എന്തെങ്കിലും ചെറിയൊരു കാര്യം കേൾക്കുമ്പോഴേക്ക് അയ്യോ എന്താവുമോ അങ്ങനെയൊക്കെ ഞാനും ചിന്തിച്ചിരുന്നു. പക്ഷെ ഇതൊക്കെ നമ്മൾക്ക് പറഞ്ഞു തരാൻ, അല്ലെങ്കിൽ നമുക്കത് മനസ്സിലാവാൻ കുറച്ച് സമയം എടുത്തു. ഞാനും ഏത് കാര്യത്തിനെ കുറിച്ച് കേൾക്കുമ്പോഴും ടെൻഷൻ അടിച്ചിരുന്ന ഒരാൾ തന്നെയാണ്. പക്ഷെ ഇപ്പം ഇങ്ങനത്തെ ഒക്കെ കുറേ എന്ത് വന്നാലും അത്രയല്ലേ വരൂ എന്നുള്ളൊരു ചിന്ത ഞാൻ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചത് കൊണ്ട് ഇപ്പം ചില കാര്യങ്ങളൊന്നും കേൾക്കുമ്പോൾ അത്ര വലിയൊരു സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നും. പക്ഷെ അനുഭവങ്ങളും അതാണ് പഠിപ്പിച്ചത്. ഞാൻ ഓരോ കാര്യങ്ങളെക്കുറിച്ചും ടെൻഷൻ അടിച്ചിരുന്ന സമയത്ത്, അല്ലെങ്കിൽ അതങ്ങനെ സംഭവിക്കുമല്ലോ എന്ന് വെച്ചാൽ എവിടെ, പിന്നെ അതിൻ്റെ ഒരു അംശം പോലും സംഭവിച്ചിട്ടുണ്ടാവില്ല. ഓരോ കാര്യത്തിനെ കുറിച്ചും അങ്ങനെ വെറുതെ ചിന്തിക്കണം, അത് വരുമല്ലോ, ഇത് സംഭവിക്കുമല്ലോ എന്നുള്ളൊരു ചിന്ത, അല്ലെങ്കിൽ ഒരു പേടി മനസ്സിനെ. പിന്നെ ചിലർക്കൊക്കെ നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ടെസ്റ്റിന് പോകുമ്പോൾ, അല്ലെങ്കിൽ ചെറിയൊരു അസുഖം ഉണ്ടാവുള്ളൂ, അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു ടെസ്റ്റ് ഡോക്ടർ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മളോട് പറയുക, ഒരു സ്കാനിങ്ങോ അല്ലെങ്കിൽ ഒരു ബ്ലഡ് ടെസ്റ്റോ ഒക്കെ പറയുകയാണെങ്കിൽ അപ്പോഴേക്കും അത് കേൾക്കുമ്പോഴേക്കും അയ്യോ എന്ത് അസുഖമാണാവോ എന്ന് കരുതിയിട്ട് അങ്ങനെ ആ കാര്യത്തെക്കുറിച്ചിട്ട് അങ്ങോട്ട് ടെൻഷനായിട്ട്, അഞ്ഞിപ്പോൾ ഈ അസുഖമാണോ മറ്റേ അസുഖമാണോ അതിലും വലിയൊരു അസുഖമാണോ, ഇതൊക്കെ വെറുതെ നമ്മുടെ മനസ്സിൽ തന്നെ ഇങ്ങനെ വെറുതെ ചിന്തിച്ച് അതൊരു വലിയൊരു സംഭവമാക്കി മാറ്റിയാണ്. പക്ഷേ ആ ടെസ്റ്റ് ചെയ്ത് ആ റിസൾട്ട് വരുമ്പോൾ ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല. അവരൊരു സംശയത്തിൻ്റെ പുറത്ത് നോക്കാൻ പറഞ്ഞൊന്നേ ഉണ്ടാവുള്ളൂ. ഇതൊരു കുട്ടി കമൻറ്റിൽ പറഞ്ഞിരുന്നു, ചേച്ചി ഇതിനെക്കുറിച്ചൊന്ന് സംസാരിക്കണം എന്നുള്ളത്. അപ്പം ഞാൻ ആ കുട്ടിക്കും കൂടി വേണ്ടിയിട്ടാണ് ഇത് സംസാരിക്കുന്നത്. ആ കുട്ടിക്ക് ഇങ്ങനെ ഓരോ ടെസ്റ്റൊക്കെ പറയുമ്പോൾ ഭയങ്കര ടെൻഷനാണ്, പേടിയാണ്. അപ്പോഴേക്ക് ആകെ മനോധൈര്യം ഫുള്ള് ചോർന്ന് പോവുകയാണ് എന്നൊക്കെയാണ് ആ കുട്ടി പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അവർ നോക്കാൻ പറഞ്ഞു കഴിഞ്ഞ് എന്തെങ്കിലും ഒരു സംശയം അവർക്ക് ഡോക്ടേഴ്സിന് തോന്നിയിട്ടായിരിക്കും നമ്മളടുത്ത് ഒരു ടെസ്റ്റിന് പറയുണ്ടാവുക. പക്ഷെ അവരത് ഉറപ്പിച്ചിട്ട് ആ രോഗമാണെന്ന് ഉറപ്പിച്ചിട്ടല്ല, ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടെസ്റ്റുകൾ നടത്താൻ പറയണത്. നമ്മളിതാ ടെസ്റ്റിന് പോകുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ അയ്യോ എന്താണാവും, ഞാൻ അസുഖമാണോ ഈ അസുഖമാണോ വെച്ചാൽ നമ്മൾ വെറുതെ വേവലാതിപ്പെടുകയാണ്. ഇനി അസുഖം ഉണ്ടെന്ന് വിചാരിക്കുക, അസുഖം ഉണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റുകളും ഇല്ലേ? ഇന്നിപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഇല്ലാത്ത ഒരസുഖവും ഇല്ല. എല്ലാ അസുഖത്തിനും അതിൻ്റേതായ ട്രീറ്റ്മെൻറ്റുകളുണ്ട്. പിന്നെ നമ്മൾ ഓവറായിട്ട് ടെൻഷൻ അടിക്കും, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോഴെന്താണ് ആ അസുഖം കൂടുകയാണ് ചെയ്യുക, ഒരിക്കലും അത് കുറയില്ല. നമ്മുടെ മനസ്സിൻ്റെ ധൈര്യം കൊണ്ട് ചിലപ്പോൾ ഒരു 10 ദിവസം കൊണ്ട് മാറുന്ന അസുഖമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് 5 ദിവസം കൊണ്ട് മാറിക്കിട്ടും. നമുക്ക് ടെൻഷൻ ഉണ്ടെച്ചെങ്കിൽ ദിവസം അങ്ങോട്ട് കൂടി പോകുക തന്നെ ഉള്ളൂ.
നമ്മളെപ്പോഴും മനസ്ഥൈര്യം അല്ലെങ്കിൽ മനോധൈര്യം ഉള്ളൊരു ആളായിട്ടിരിക്കണം. കാരണം ഏത് ചെറുത് കേൾക്കുമ്പോഴേക്ക് തന്നെ ടെൻഷൻ അടിക്കാൻ പോകരുത്. കാരണം അതിന് അത്രേ സംഭവിക്കുള്ളൂ എന്നുള്ളത് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക. എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ്. ചെറിയൊരു കുഞ്ഞു കാര്യം കേൾക്കുമ്പോഴേക്ക് തന്നെ ഭയങ്കരമായിട്ട് വിഷമിക്കും. എവിടെ അത് വന്നിട്ടോ അല്ലെങ്കിൽ അത് സംഭവിച്ചിട്ടോ ഒന്നും ഉണ്ടാവില്ല. സംഭവിക്കാൻ പോണതിനെ കുറിച്ച് ആലോചിച്ചിട്ടുള്ള ടെൻഷനാണ്. സംഭവിച്ചിട്ട് വേണ്ട ഏത് കാര്യമാണെങ്കിലും സംഭവിക്കുമ്പോൾ പോരെ നമ്മളതിനെക്കുറിച്ച് ആലോചിക്കുക. പക്ഷെ അത് ചെയ്യില്ല. എല്ലാവർക്കും തോന്നുന്നൊരു കാര്യം തന്നെയാണ്. മുന്നേ നമ്മൾ ആ കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കും. ചിലവർക്ക് എന്താണ്, ഇപ്പോൾ വീട്ടിൽ നിന്ന് കുട്ടികളോ അല്ലെങ്കിൽ മറ്റേ ആരെങ്കിലും പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ അവരാ വരുന്ന സമയം കഴിഞ്ഞിട്ടും അവരെ കാണാം, അയ്യോ എന്ത് പറ്റിയാവോ, വണ്ടിക്കല്ലേ പോയത്, വണ്ടി മറിഞ്ഞാവോ, എന്താണാവോ, ഇങ്ങനെ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ്. അവർ ചിലപ്പോൾ വേറെ എന്തെങ്കിലും, ചിലപ്പോൾ ട്രാഫിക് ബ്ലോക്ക് പെട്ടിട്ടായിരിക്കാം, അല്ലെങ്കിൽ അവർ പോയ കാര്യം സാധിക്കുക അവിടെ കുറച്ച് താമസം വന്നിട്ടായിരിക്കാം, ഇങ്ങനെയൊക്കെ ആയിരിക്കും. അതൊന്നും ചിന്തിക്കില്ല. എന്ത് അപകടം പറ്റിയെന്നാവോ, എന്താ സംഭവിച്ചതെന്നാവോ, അങ്ങനെയാണ് ചിന്തിക്കുള്ളൂ. അതൊക്കെ വളരെ കുറച്ച് മാത്രം സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അത് നമ്മൾ ചിന്തിക്കില്ല. നമ്മളാ ഏറ്റവും വലിയ സംഭവം എവിടെ വെച്ചാൽ അതാണ് നമ്മൾ ചിന്തിക്കുക. അപകടം പറ്റിയോ എന്നുള്ളൊരു ആ ഒരു ചിന്തയാണ് നമ്മളെ തോട്ടിലേക്ക് പെട്ടെന്ന് ഉണ്ടാവുക. നമ്മുടെ മനസ്സങ്ങനെയാണ്. എപ്പോഴും മനസ്സിനൊരു കൺട്രോളിൽ കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ തന്നെ ശ്രമിക്കണം. നമ്മൾ അനാവശ്യമായ ചിന്തകൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ മനസ്സ് നമ്മൾ ഇപ്പം ചിന്തിക്കണതല്ല, കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ മനസ്സ് അതിലും ഓവറായിട്ട് ചിന്തിക്കാൻ തുടങ്ങും. നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച്, കാരണം നമ്മൾ എന്തൊരു ബുദ്ധിമുട്ടുള്ള കാര്യം നമ്മളെ മനസ്സിൽ വന്നു, അല്ലെങ്കിൽ നമുക്ക് എന്തൊരു വിഷമം വന്നു, ഒരിക്കലും നമ്മളെ മനസ്സിൽ നിന്ന് പെട്ടെന്ന് അത് പോവില്ല. നമ്മൾ ചിലപ്പോൾ മണിക്കൂർ കണക്കിനെ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ദിവസങ്ങളോളം ചിന്തിച്ചുകൊണ്ടിരിക്കും, ആഴ്ചകളോളം ചിന്തിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ പോകുന്ന ചിന്തേൻ്റെ അവസ്ഥ. പക്ഷെ നമ്മളെ ചിന്തിക്കണ പോലെ ഒന്നും ആ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. എന്ത് കാര്യമാണെങ്കിൽ എന്ത് സംഭവിക്കും, എന്ത് നടക്കും, എന്താവും, ഇങ്ങനെയാണ് മനുഷ്യൻ്റെ ചിന്ത. ഏത് കാര്യത്തിനെ കുറിച്ചിട്ടാണെങ്കിലും അങ്ങനെയുള്ളൊരു ചിന്തയാണ് മനുഷ്യന് ആദ്യം മനസ്സിലേക്ക് ഓടി വരിക. നല്ലത് ചിന്തിക്കുന്നതിന് പുറമെ നമ്മുടെ മനസ്സ് വേഗം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചിന്തകളൊക്കെയാണ് നമ്മളെ കൊണ്ടുപോവുക. അല്ലെങ്കിൽ എന്ത് ഭയാനകമായ ചിന്തകളിലേക്ക് എന്ന് പറയുക. ചിലപ്പോൾ എവിടെയും പോയ കാര്യം പറയുമ്പോൾ തന്നെ അതെ, ആദ്യം നമ്മൾ എന്താണ് ചിന്തിക്കുക, നമുക്ക് അവയ്ക്ക് എന്തെങ്കിലും പറ്റിയോ, വല്ല അപകടം പറ്റിയോ, അല്ലെങ്കിൽ എന്താണാവോ, അങ്ങനെയുള്ളൊരു കാര്യങ്ങളാണ് ചിന്തിക്കുക. അതിപ്പോൾ അതുകൊണ്ടായിരിക്കാം വൈകിയത്, അല്ലെങ്കിൽ ഇതുകൊണ്ടായിരിക്കാം വൈകിയത് എന്ന് അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ ഒരിക്കലും ശ്രമിക്കില്ല. ചിന്തിക്കാൻ വരില്ല. പിന്നെ മനസ്സിനെ ഒന്ന് ശാന്തമാക്കി വെക്കണമെങ്കിൽ പ്രാർത്ഥന അത് നല്ലൊരു കാര്യമാണ്. ജീവിത വിജയത്തിന് അത്യാവശ്യം വേണ്ട, അല്ലെങ്കിൽ മനോധൈര്യത്തിന് അത്യാവശ്യം വേണ്ടത് എന്താണ്? പ്രാർത്ഥന തന്നെയാണ്. യോഗ അതുപോലെയുള്ള മെഡിറ്റേഷനൊക്കെ നല്ലത് തന്നെയാണ് കേട്ടോ. കാരണം എന്താണെന്ന് പറയുക, നമ്മുടെ മനസ്സിനെ കുറച്ച് നേരം ശാന്തമാക്കി വെക്കാൻ പ്രാർത്ഥന കൊണ്ടെന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ കുറച്ച് സമയം നമ്മുടെ മനസ്സിനെ ശാന്തമാക്കി വെച്ച് അത് ഒരു പോസിറ്റീവ് നമുക്ക് ലഭിക്കും എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അല്ലേ? നമ്മുടെ ബുദ്ധിമുട്ടുകൾ മാറ്റാൻ, അല്ലെങ്കിൽ നമുക്കൊരു മനസ്സമാധാനം തരാൻ, ഇതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ. അപ്പോൾ നമുക്കത് ദൈവത്തിൻ്റെ അടുത്ത് നിന്ന് കിട്ടും എന്നുള്ളൊരു പോസിറ്റീവ് നമുക്ക് തോന്നുകയാണ്, നമ്മുടെ മനസ്സിൽ തന്നെ തോന്നുന്ന ഒരു കാര്യമാണ്. അതാണ് പ്രാർത്ഥനേൻ്റെ ബലം. അപ്പോൾ നമ്മുടെ മനസ്സ് ശാന്തമാവുകയാണ്. ഞാൻ പ്രാർത്ഥിച്ചു, എനിക്കത് സാധിക്കും, അല്ലെങ്കിൽ എനിക്ക് അസുഖം വരുത്തില്ല, അല്ലെങ്കിൽ എനിക്കത് സംഭവിക്കില്ല എന്നുള്ളൊരു പോസിറ്റീവ് ചിന്ത നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ടാവുകയാണ്. പിന്നെ യോഗ പോലുള്ള മെഡിറ്റേഷൻ ആകുമ്പോൾ നമ്മുടെ മനസ്സും ശരീരവും എല്ലാം അതിനനുസരിച്ച് കൂളായിട്ട് പോകും. പക്ഷെ എല്ലാവർക്കും ഒന്നും ഇപ്പോൾ അതെപ്പോഴും നടക്കണ കാര്യമില്ല. പക്ഷെ പ്രാർത്ഥിക്കുക എന്നുള്ളൊരു കാര്യം എല്ലാവർക്കും നടക്കും. ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റോ നമ്മൾ അതിനു വേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് കുറേ നമ്മുടെ മനസ്സിനൊന്ന് ശാന്തമാക്കാൻ പറ്റും. അനാവശ്യ ചിന്തകളെ ഒഴിവാക്കാൻ പറ്റും. കുറച്ച് സമയത്തേക്കെങ്കിലും നമ്മളെ മനസ്സിലേക്ക് മറ്റൊന്നും വരില്ല. പിന്നെ നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ എന്താണ്, തിരിച്ച് നമ്മളോട് ആരും ഒന്നും പറയാനില്ലല്ലോ. നമ്മളെന്ത് പറയുന്നു അത് മാത്രമല്ലേ അവിടെ നടക്കുന്ന കാര്യങ്ങളുള്ളൂ. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കും, നമ്മൾ പറയുന്നത് കേട്ടു, നമുക്ക് ആ കാര്യം നടക്കും. അങ്ങനെ നമ്മുടെ മനസ്സിന് വരുന്ന ഒരു പോസിറ്റീവ് ലെവലാണ്. അപ്പോൾ മനുഷ്യജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും, അല്ലെങ്കിൽ നമുക്ക് മനുഷ്യജീവിതമാണെങ്കിൽ പൊതുവെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും മൊത്തം നിറഞ്ഞതാണ് മനുഷ്യജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വളരെ കുറച്ച് മാത്രമേ നമുക്ക് നല്ലത് വരുത്തുള്ളൂ.
നമ്മുടെ ജീവിതത്തിൻ്റെ 3/4 ഭാഗം ദുരിതങ്ങളും 1/4 ഭാഗം നമുക്ക് നല്ലതുമാണ്. ഏത് ഇതിനെക്കുറിച്ച് ആലോചിച്ചാലും അടിക്കടി നല്ല സംഭവങ്ങളൊന്നും നമുക്ക് നടന്നിട്ടില്ലെങ്കിലും കൂടിയിട്ട് നല്ല സന്തോഷം തരുന്ന സംഭവങ്ങളൊന്നും അടിക്കടി ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷെ നമുക്ക് പ്രയാസങ്ങളും ദുഃഖങ്ങളും തരുന്ന ഒരുപാട് സംഭവങ്ങൾ നമുക്ക് വന്നുകൊണ്ടേ ഇരുന്നിട്ടുണ്ടാവും. പക്ഷെ അതിനൊക്കെ നമ്മൾ ഓവർകം ചെയ്തില്ലേ? ഇന്നലെയോ അല്ലെങ്കിൽ ഒരാഴ്ച മുന്നേ 2 ആഴ്ച മുന്നേ നടന്ന പോലെ അല്ലല്ലോ നമ്മളുടെ ആ ദിവസത്തിനേക്കാളും ഒന്നുകൂടി ഒരു മാറ്റമല്ലേ നമ്മുടെ ഇന്നത്തെ ലൈഫിലുണ്ടാവുക. അപ്പോൾ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കുക, മനസ്സിനെ ശാന്തമാക്കി വയ്ക്കുക, അനാവശ്യമായ ചിന്തകൾ ഒഴിവാക്കുക. എന്ത് വന്നാലും ഇത്രേ വരൂ എന്നുള്ളൊരു ചിന്ത മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക. പിന്നെ ശാന്തമായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക. അപ്പോൾ മനസ്സമാധാനം ഉണ്ടാവും. നമ്മൾ ഓരോരോ അബദ്ധങ്ങളൊക്കെ ചെന്ന് ചാടുന്നതിന് മുന്നേ നമ്മൾ ആ കാര്യങ്ങളെക്കുറിച്ച് ഒന്നും കൂടെയൊക്കെ ചിന്തിക്കുക. നല്ല നല്ല ചിന്തകളെക്കുറിച്ച്, നമുക്ക് വരാനിരിക്കുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ എപ്പോഴും ചിന്തിക്കുക. അത് നമുക്കൊരു പോസിറ്റീവ് നമ്മളെ മനസ്സിന് തരും. അസുഖങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ വെറുതെ വേവലാതിയൊക്കെ വരുത്തുകയാണ്. കാരണം ഏത് അസുഖം വന്നാലും അതിന് നല്ല ട്രീറ്റ്മെൻറ്റ് ഇന്ന് നിലവിലുണ്ട്. അതിനുള്ള സാമ്പത്തിക കാര്യങ്ങളൊക്കെ അപ്പോൾ അതിൻ്റെ ലെവലിലേക്ക് അത് നടന്നു പോകും. എന്ത് വന്നാലും നമ്മളവിടെ വെക്കണമെന്നില്ലല്ലോ. ആ കാര്യങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ നടത്തിക്കൊണ്ടുപോകണില്ലേ, അല്ലെങ്കിൽ നടന്നു പോകണില്ലേ, അങ്ങോട്ട് ചിന്തിക്കുക. നമ്മുടെ ചിന്തകൾ തന്നെയാണ് നമ്മളെ കൂടുതൽ രോഗത്തിലേക്ക് നയിക്കുന്നത്. ഇപ്പം നമുക്ക് ചെറിയ തലവേദനയാണെങ്കിൽ പോലും ഡോക്ടർ പറഞ്ഞ് ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിക്കും. ഒരു പ്രഷർ വന്ന് നമുക്ക് ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിക്കും. കാരണം എന്താ, നമ്മുടെ മനസ്സാണ് നമ്മളെ അതിലേക്ക് നയിക്കുന്നത്. അങ്ങനെ ഏത് വലിയ രോഗങ്ങൾക്ക് അല്ലെങ്കിൽ ഏത് കാര്യത്തിനാണെങ്കിലും കേട്ടോ, ഏത് വലിയ സംഭവങ്ങൾക്കും ഇങ്ങനെ ഒരു ടെൻഷൻ ഒരു പ്രധാന ഘടകം തന്നെയാണ്. അപ്പോൾ നമ്മൾ പരമാവധി ടെൻഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. മനസ്സിനെ ശാന്തമാക്കി വയ്ക്കുക. മനസ്സിൻ്റെ ആരോഗ്യം തന്നെയാണ് ശരീരത്തിൻ്റെ ആരോഗ്യം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.